വഴിക്കട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് ഞാനുള്ളത് വഴിക്കട് പഞ്ചായത്തിലെ 9ാം വാർഡായ കാരക്കോടിലാണ്. വഴിക്കട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് കാരക്കോടിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അബ്ബാസ് മാടമ്പ്ര ഇപ്പൊ നമ്മോടൊപ്പം കൂടുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്? സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയായിട്ട് ആദ്യത്തെ നോമിനേഷനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KSUവിന്റെ ഒക്കെ പ്രവർത്തനമായിട്ട് പൊതുരംഗത്തുണ്ട്. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ 9ാം വാർഡ് അല്ലെങ്കിൽ ഈ കാരക്കോട് എന്ന പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരിക? വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വ രംഗത്ത് കടന്നു വന്നിട്ടുള്ളത്. അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള റോഡ്, മറ്റ് കൃഷി ആവശ്യങ്ങൾക്കുള്ള തോട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മേഖലയാണ് കാരക്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം. അതിലൊക്കെ എൻ്റെതായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ വോട്ടൊക്കെ ചോദിച്ച് ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? അദ്ദേഹത്തിൻ്റെ സേവനം ഈ നാട്ടിലെ എല്ലാ ആളുകളും, അത് ഏത് മേഖലയിലാണെങ്കിലും, പൊതുഭരണ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, എല്ലാ മേഖലകളിലും സജീവമാണ്. നമ്മുടെ വഴിക്കട് പഞ്ചായത്തിൽ ഏറ്റവും നല്ല ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ഈ കാരക്കോട് 9ാം വാർഡിലാണ്. ഈ 9ാം വാർഡിൽ നിന്നും നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? നമ്മുടെ സ്ഥാനാർത്ഥി 100% വിജയിക്കും. ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന 9ാം വാർഡായ കാരക്കോടിലെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കാരക്കോട് നിവാസികളായിട്ടുള്ള നല്ലവരായ എൻ്റെ അമ്മമാര്, ഉമ്മമാര്, സഹോദരി സഹോദരന്മാർ, മറ്റ് എല്ലാവരോടും കൂടി വോട്ടർമാരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അബ്ബാസ് എന്നെ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വോട്ട് നൽകിയതിൻ്റെ പേരിൽ തലകുനിക്കേണ്ടി വരില്ല, മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല എന്ന ഒരു ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും വേണം. വഴിക്കട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. സമയക്കുറവ് മൂലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും ബൈ.